ജില്ലയിൽ നാളെ 6 ലക്ഷത്തോളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഒരു വോട്ടർക്ക് 3 വോട്ടാണുള്ളത്. നഗരസഭയിൽ ഒരാൾക്ക് 1 വോട്ട് മാത്രം. 6 മണിക്ക് ശേഷം ക്യൂവിൽ തുടരുന്നവർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ടോക്കൺ നൽകും. പഞ്ചായത്ത് തലത്തിലുള്ള ബൂത്തുകളിൽ 3 ബാലറ്റ് യൂണിറ്റും 1 കൺട്രോൾ യൂണിറ്റുമാണുള്ളത്. നഗരസഭകളിൽ 1 ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമായിരിക്കും ഉണ്ടാവുക. വോട്ടർമാർക്ക് രാവിലെ 7 മണി മുതൽ വോട്ട് രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ ബൂത്തിലെത്തുമ്പോൾ കയ്യിലുണ്ടാവണം. പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരാണ് ഓരോ ബൂത്തിലുമുള്ളത്. 1-ാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ വിവരങ്ങളും പരിശോധിക്കും. 2-ാം പോളിംഗ് ഉദ്യോഗസ്ഥൻ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടി വോട്ട് രജിസ്റ്ററിൽ സമ്മതിദായകന്റെ ഒപ്പ് രേഖപ്പെടുത്തി വോട്ട് ചെയ്യാൻ സ്ലിപ്പ് നൽകും. വോട്ടിംഗ് യന്ത്രത്തിന്റെ ചുമതലയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന് സ്ലിപ്പ് കൈമാറുമ്പോൾ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാൻ മെഷീൻ സജ്ജമാക്കും. വോട്ട് രേഖപ്പെടുത്താൻ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ എത്തിയ ശേഷം ബാലറ്റ് യൂണിറ്റിൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള ബട്ടൺ അമർത്തണം. ഈ സമയം ചിഹ്നത്തിന് നേരെയുള്ള ലൈറ്റ് തെളിയും. 3 വോട്ടുകളും രേഖപ്പെടുത്തി കഴിയുമ്പോൾ നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കും. ഇതോടെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലായിരിക്കും മെഷീനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3 വോട്ടുകളും ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടൺ അമർത്തിയ ശേഷം എൻഡ് ബട്ടൺ അമർത്താവുന്നതാണ്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഏറ്റവും അവസാനമായിട്ടാണ് എൻഡ് ബട്ടൺ ഉള്ളത്. ഇതിൽ അമർത്തുന്നതോടെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാവുകയും നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കുകയും ചെയ്യും. വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടിംഗ് സമയം. 6 മണിക്ക് പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കും. വൈകുന്നേരം 6 മണിക്ക് ക്യൂവിലുള്ളവർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ടോക്കൺ നൽകും. ഏറ്റവും അവസാനം നിൽക്കുന്നയാളിന് ആദ്യത്തെ ടോക്കൺ എന്ന ക്രമത്തിലായിരിക്കും നൽകുക. വോട്ടിംഗ് പൂർത്തിയായ ശേഷം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റും വേർപെടുത്തി സീൽ ചെയ്ത് പ്രത്യേക വാഹനങ്ങളിൽ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിക്കും. സ്വീകരണ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന വോട്ടിംഗ് മെഷീനുകൾ ഡിസംബർ 13-ന് വോട്ടെണ്ണൽ ദിവസമാണ് പുറത്തെടുക്കുക. 828 ബൂത്തുകളിലായി 6,47,378 വോട്ടർമാരാണ് വയനാട് ജില്ലയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 8 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 20 പ്രവാസി വോട്ടർമാരും ഉണ്ട്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.